തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ മർദ്ദിച്ചതായി ദമ്പതിമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അയൽവാസികളും നഗരസഭാ കൗൺസിലറും വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ് മർദ്ദിക്കുകയും മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതി. മർദ്ദനത്തിന്റെ മൊബൈൽ ദൃശ്യം ഉൾപ്പെടെ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും ഒറ്റപ്പാലം പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം. ഒറ്റപ്പാലം കയറമ്പാറ ശ്രീനഗർ കോളനിയിലെ റെജിമോൾ, ഭർത്താവ് മോഹൻകുമാർ എന്നിവരാണ് നടപടി ആവശ്യപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിയത്. വീടിന്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ടേണിംഗ് ഉണ്ട്. ആ വഴിയിൽ വെച്ച് ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 15ഓളം ആൾക്കാരും കൂടെ എന്നെ തടഞ്ഞു നിർത്തുകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈൽ ആദ്യം മേടിച്ചെടുത്തിട്ട് ഹസ്ബൻഡിനെ വെളിയിലിറക്കുകയും വേലു എന്ന് പറയുന്ന ഒരാൾ എൻ്റെ വലത്ത് കയ്യിൽ പിടിച്ച് തിരിച്ച്, അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്ന സമയത്ത് വിവേക് എന്ന് പറയുന്ന ആളെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വീഡിയോ പിടിച്ച സമയത്ത് ഈ ഗോപാലകൃഷ്ണൻ മൊബൈൽ തട്ടിപ്പറിക്കുകയും എൻ്റെ വലത്ത് കയ്യിൽ അടിക്കുകയും എൻ്റെ മുഖത്തിട്ട് കുത്തുകയും ചെയ്തു. എന്നിട്ട് ആ ഫോണ് വലിച്ചടിച്ച് എൻ്റെ ഡിസ്പ്ലേ പോയി. എന്നിട്ട് വേലു എന്ന് പറയുന്ന ആളെ എൻ്റെ ബാക്ക് ചവിട്ടി ഓട്ടോയിൽ നിന്ന് ഞാൻ താഴെ വീഴുകയും എന്നിട്ട് എൻ്റെ കൈയുടെ ഈ ഇടതുവശത്തിട്ട് ഇടിക്കുകയും മുതുകിൽ ഇതെന്ന് പറയുന്ന ആൾ ഇടിക്കുകയും ചെയ്തു. ഞാൻ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് പ്രതികളുടെ പേരിൽ ഇതുവരെ ഒരു നടപടിയും ഒറ്റപ്പാലത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല. കോവിഡ് കാലത്ത് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ്. കോവിഡ് കാലത്ത് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിൽ വിരോധമുണ്ടായിരുന്ന പരിസരവാസികൾ നായ്ക്കളെ വിഷം നൽകി കൊല്ലുകയായിരുന്നു. ഇതേ ചൊല്ലി വഴക്കിന് പോവാതെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതി പരിഹരിക്കാനായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ സമയത്ത് പോലീസുകാരുടെ മുമ്പിൽ വെച്ച് പോലും പ്രതികൾ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വീടിനകത്തേക്ക് വരുന്ന അവശേഷിക്കുന്ന നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നുണ്ടായിരുന്നു. ഇവയെയും വിഷം നൽകി കൊല്ലാതിരിക്കാനും സംരക്ഷിക്കാനും മൃഗസ്നേഹികളെ ബന്ധപ്പെട്ടിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കൗൺസിലർ ഗോപാലകൃഷ്ണനും പരിസരവാസികളും ചേർന്ന് ഒറ്റപ്പാലത്തേക്ക് ഓട്ടോയിൽ പോകവെ ക്രൂരമായി മർദ്ദിച്ചത്. വസ്ത്രങ്ങൾ വലിച്ചുകീറി മാറിടത്തിലും അരക്കെട്ടിലും ഉൾപ്പെടെ മർദ്ദിച്ചതുമൂലം ഡിസ്കിനുൾപ്പെടെ ചതവും മുറിവും സംഭവിച്ചു. കൂടെയുണ്ടായിരുന്ന മൃഗസ്നേഹിയെയും ക്രൂരമായി മർദ്ദിച്ചു. ഇതിനെ പരാതി നൽകി ആഴ്ച കഴിഞ്ഞിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. വീട്ടിലേക്ക് വരുന്ന കുടുംബസുഹൃത്തുക്കളെയും ഭാര്യയെയും ചേർത്ത് അപവാദങ്ങൾ പറയുന്നതും പരിസരവാസികൾ പതിവാക്കിയെന്ന് മോഹൻകുമാർ പറഞ്ഞു. അത് അന്ന് ചീഫ് മിനിസ്റ്റർ പറഞ്ഞായിരുന്നു ഇങ്ങനെ പാവപ്പെട്ട ഡോഗുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നമ്മൾ പുറത്ത് വെച്ച് പോവുകയും ചെയ്യുമായിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഡോഗുകളാണ്, നമ്മൾ കൊണ്ടുവന്ന ഡോഗുകളൊന്നും അല്ല. അവിടെ തന്നെ ഒരാളെ കടിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഈ ഡോഗുകളൊന്നും. അവരെന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇതിനെയൊക്കെ വിഷമിച്ച് കൊന്നു. അതിൻ്റെ പേരിൽ ഇവൾക്ക് ഒരു ഇത് വന്ന് ഞാൻ പറഞ്ഞു വിട്ടുകളെ. എന്നിട്ടും ഇവൾ പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു. അതിൻ്റെ FIR ഒക്കെ ഇട്ടു. അതിൻ്റെ ദേഷ്യം ഇങ്ങനെ നിൽക്കുകയാണ് അവർക്ക്. ഇതാണ് അതിന്റെ തുടക്കം. അതാണ് DGP മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ളവർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ക്രൂരമായി മർദ്ദിച്ച് മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടും നീതി കിട്ടാത്തത് ദുഃഖകരമാണെന്നും റെജിമോളും മോഹൻകുമാറും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.